കേരള രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റുന്ന വൻ അട്ടിമറിയാണ് എക്സിറ്റ് പോൾ പുറത്തുവരുമ്പോൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. നിയമസഭയിൽ അക്കൌണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 3 മുതൽ 5 പേർ വരെ എത്തുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പി വിലയിരുത്തൽ ശരിവെക്കുന്നതാണെന്നും നേതാക്കൾ പറയുന്നു. ബി ജെ പി നേടുന്ന വോട്ടുകളാകും കേരളം ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുകയെന്നതിൽ എല്ലാ നേതാക്കൾക്കും ഒരേ സ്വരം. നിയമത്ത് അക്കൌണ്ട് വീണ്ടും തുറക്കും. പുറമെ 2 പേർ കൂടി പുതിയ അക്കൌണ്ടുകൾ തുറന്നേക്കും. അത് 5 ആകാനും സാധ്യതയേറെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം, തിരുവല്ല മണ്ഡലങ്ങളിൽ ജയിക്കുമെന്നാണ് ബൂത്ത് തല അവലോകനം. ഇത് ശരിവെക്കുന്നതാണ് എക്സിറ്റ് പോളുകൾ നേതാക്കൾ പറയുന്നു. എന്നാൽ ഇത് പരസ്യമായി പറയാൻ തയ്യാറല്ല. സീറ്റുകൾ 2 കടക്കാമെന്ന് മാത്രം പറയുന്നു. തിരുവല്ലയിൽ 35,000 പാർട്ടി വോട്ടുകൾ ഉണ്ടെന്നും 10,000 വോട്ടുകൾ കൂടി ലഭിക്കാൻ എല്ലാ സാധ്യതയുമുണ്ടെന്നുമാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി 2ാം സ്ഥാനത്ത് പോലും എത്താത്ത തിരുവല്ല സാധ്യതാ പട്ടികയിലേക്ക് കയറി വന്നത്. 25 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തുമെന്നും ഇതിൽ 8 മണ്ഡലങ്ങൾ 1000-നും 2000-നും വോട്ടുകളുടെ വ്യത്യാസത്തിൽ കിട്ടാനോ നഷ്ടപ്പെടാനോ സാധ്യതയുണ്ടെന്നും ബി ജെ പി വിലയിരുത്തുന്നു. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാസർഗോഡ്, നാട്ടിക, ചാത്തന്നൂർ, കാട്ടാക്കട, മലമ്പുഴ, തൃശൂർ, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, പാല, പൂഞ്ഞാർ, മണലൂർ, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി. പ്രചാരണത്തിന്റെ തീവ്രത കൂടി കണക്കിലെടുക്കുമ്പോൾ ജയസാധ്യത കൂടുതൽ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാസർഗോഡ്, ചാത്തന്നൂർ, നാട്ടിക, കാട്ടാക്കട എന്നിവിടങ്ങളിലാണ്. ഒരു കാര്യത്തിൽ എല്ലാ നേതാക്കൾക്കും ഉറപ്പുണ്ട്. ബി ജെ പി NDA സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ട് ഏത് മുന്നണി ഭൂരിപക്ഷം നേടുമെന്ന് നിർണ്ണയിക്കുമെന്നതിൽ. എക്സിറ്റ് പോളുകൾ പുറത്തു വന്ന ശേഷം സംസ്ഥാനത്ത് കൂടുതൽ പ്രതീക്ഷയിലാണ് ബി ജെ പി. 14 വരെ സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്ന് ചില എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നു. കേരളത്തിൽ തൂക്കസഭ വരുമെന്ന ചില സർവേ ഫലങ്ങളിലും ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നു. 2 സീറ്റിൽ ജയമുറപ്പെന്നായിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ബി ജെ പിയുടെ വിലയിരുത്തൽ. 14 സീറ്റ് വരെ നേടുമെന്ന പ്രവചനങ്ങൾ ബി ജെ പി ക്യാമ്പിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 20% വോട്ട് വിഹിതം എന്ന ടാർഗറ്റിലെത്താൻ കഴിയുമെന്നും ബി ജെ പി നേതാക്കൾ കണക്ക് കൂട്ടുന്നു. പക്ഷേ പോളുകൾ പ്രവചിക്കുന്നത് 14% വരെ മാത്രമാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20%-നടുത്തേക്ക് വോട്ട് വിഹിതം ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സർവേയുടെ കണ്ടെത്തൽ. ബി ജെ പിയുടെ ശക്തമായ കോട്ടകളായി അറിയപ്പെടുന്ന വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന പീപ്പിൾസ് ഇൻസൈറ്റും പ്രവചിക്കുന്നു. ഈ 4 സീറ്റുകളിലും ഇത്തവണ താമര വിരിയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. എന്നാൽ വോട്ട് വിഹിതത്തിലുണ്ടായ വലിയ വർധന ബി ജെ പിക്ക് തുണയാകും. തിരുവനന്തപുരം സെൻട്രലിലും കാട്ടാക്കടയിലും UDF LDF വോട്ടുകളിലുണ്ടായ വിള്ളൽ ബി ജെ പിക്ക് അനുകൂലമായതായാണ് സർവേ വിലയിരുത്തുന്നത്. ഇത് സത്യമായാൽ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുക മാത്രമല്ല നിർണായക ശക്തിയായി മാറുകയും ചെയ്യും.